ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സൈക്കിൾ ഉപയോഗിച്ച് ഇന്നൊരു മോട്ടറൈസ്ഡ് സ്കൂട്ടർ ഉണ്ടാക്കിയാലോ? മോട്ടറൈസ്ഡ് സ്കൂട്ടർ ഉണ്ടാക്കാൻ ഈ സൈക്കിളിൻ്റെ 2 ടയറും അഴിച്ചെടുക്കാം. ടയർ 2 അഴിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ക്വയർ പൈപ്പ് ഉപയോഗിച്ച് നമ്മളൊരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കണം. ഇതുപോലൊരു ഫ്രെയിമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതിന് വെൽഡ് ചെയ്യണം. ഈ 4 വശങ്ങളിലായിട്ട് വെൽഡ് ചെയ്യണം. സ്കൂട്ടറിൻ്റെ ഫ്രെയിം വെൽഡ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഫ്രെയിമിലേക്ക് ഇനി ഈ ടയർ കണക്ട് ചെയ്ത് കൊടുക്കണം. ഈ ടയർ കയറി വെക്കാൻ പാകത്തിനൊരു കട്ടിങ് ഉണ്ടാക്കണം. 2 വശങ്ങളിലായിട്ട് ഈ ഫ്രെയിമിൻ്റെ കട്ട് ചെയ്ത് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ടയർ ഇടാൻ പാകത്തിനൊരു 2 കട്ടിങ് കൂടി ഉണ്ടാകും. ഇവിടെ കട്ടിങ് ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടേക്ക് ടയർ ഇട്ട് കൊടുക്കാം. ഈ ഒരു സൈക്കിളിൻ്റെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ടയർ നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലെ ഹാൻഡിൽ ഇതിൽ വെൽഡ് ചെയ്ത് യോജിപ്പിക്കണം. ഇത് ഇങ്ങനെ. അതിന് മുമ്പായിട്ട് ഈ ടയറൊന്ന് കണക്ട് ചെയ്യണം. ഈ ഒരു ഹാൻഡിൽ ഇതിലേക്ക് വെൽഡ് ചെയ്ത് കണക്ട് ചെയ്യണം. അതിനായിട്ടൊരു സ്ക്വയർ പൈപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം കണക്ട് ചെയ്യാൻ. ഇതിങ്ങനെ വെച്ച് സെൻട്രലായിട്ട് വെൽഡ് ചെയ്യണം. ഇതിൻ്റെ എല്ലാ ഭാഗവും വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇനിയൊരു ഈ ഹാൻഡിൽ കട്ട് ചെയ്ത് മുകളിലേക്ക് ആക്കണം. ഒരു ഗ്രൈൻഡർ ഉപയോഗിച്ച് ഹാൻഡിൽ കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പൈപ്പ് ഉപയോഗിച്ച് ഇതിൻ്റെ ഹൈറ്റ് കൂട്ടണം. ഈ ഒരു ഭാഗത്തിന് വെൽഡ് ചെയ്ത് യോജിപ്പിക്കണം. ഹാൻഡിൽ പൈപ്പിലേക്ക് വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പൈപ്പ് ഇതിലേക്ക് കണക്ട് ചെയ്യണം. നമ്മൾ ഹാൻഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി മോട്ടർ സെറ്റ് ചെയ്താൽ മതി. ഈ ഒരു സ്കൂട്ടറിലേക്ക് കാട് വെട്ടുന്ന മെഷീനാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിനുവേണ്ടി ഈ ഹബിലേക്കൊരു ഗിയർ സെറ്റ് ചെയ്യാനുണ്ട്. അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ഗിയർ ഹബിലേക്ക് വെൽഡ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് ഈ എഞ്ചിനിലേക്ക് കണക്ട് ചെയ്യാം. ഈ എഞ്ചിനിലേക്ക് ഈ ഹബ് കണക്ട് ചെയ്യാം. എഞ്ചിനിലേക്ക് ഈ ഗിയറും ഹബും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സ്കൂട്ടറിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു സ്കൂട്ടറിലേക്ക് ഈ എൻജിൻ എവിടെയാണ് വെക്കേണ്ടതെന്ന് നോക്കാം. ഈ ഒരു ഫ്രീ വീലിന് നേരെയായിട്ട് വേണം ഈ ഗിയർ സെറ്റ് ചെയ്യാൻ. ഒരു ചോക്ക് ഉപയോഗിച്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ നമുക്ക് ഈ സ്റ്റാൻഡ് വെൽഡ് ചെയ്ത് യോജിപ്പിക്കാം. ഈ സ്റ്റാൻഡ് വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഈ എൻജിൻ വെച്ച് കൊടുക്കാം.
ഈ സ്റ്റാൻഡിലേക്ക് നമുക്ക് നെറ്റിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ചെയിൻ ഉപയോഗിച്ച് നമുക്ക് കണക്ട് ചെയ്യാം ഈ ഫ്രീ വീലിലേക്ക്. ഈ ചെയിൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് എഞ്ചിൻ സ്റ്റാർട്ടാക്കി നോക്കാം. ഇത് വർക്കിംഗ് ആണ്. ഇനി നമുക്ക് സ്കൂട്ടിയിൽ നിന്ന് അയച്ചെടുത്തിട്ട് നമുക്ക് എല്ലാ ഭാഗങ്ങളും പെയിൻ്റ് അടിക്കാം. ഇതിൻ്റെ എഞ്ചിനും ടയറെല്ലാം ഊരി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഫ്രെയിമിൽ ഇനി പെയിൻ്റ് അടിക്കാം. ഈ പെയിൻറ്റിങ് മെഷീൻ ഉപയോഗിച്ചാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഈ പെയിൻറ്റിങ് മെഷീൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഈ ചാനലിൽ തന്നെ ഉണ്ടാക്കിയതാണ്. നമുക്ക് പെയിൻ്റ് അടിക്കാം. ഈ സ്കൂട്ടറിൻ്റെ ഫ്രെയിമെല്ലാം പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. എൻജിനൊക്കെ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആക്സിലേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ലിവറിലാണ്. ഈ സ്കൂട്ടറിൽ ചവിട്ടി നിൽക്കാൻ വേണ്ടി ഒരു പലക നമുക്ക് വെച്ച് കൊടുക്കാം. ചവിട്ടി നിൽക്കാനുള്ള പലകയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. മോട്ടറൈസ്ഡ് സ്കൂട്ടറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ പെയിൻറ്റിങ് മെഷീൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണേ. ബൈ.